യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഈ വചനത്തോട് ചേർന്ന് ഓരോ ദിവസവും ആരംഭിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷത്തോടെ ദുഃഖ്രാന തിരുനാൾ ആശംസിക്കുകയാണ്. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി ദുഃഖ്രാന തിരുനാളാണ്. തോമാസ് ശ്ലീഹ യേശുവിൻ്റെ മുറിവുകളിൽ കൈവച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ ഒരു അനുഭവത്തെ ഓർക്കുന്ന നല്ല ദിവസമാണ്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വലിയൊരു മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തോമസ് നാമധാരികളായിട്ടുള്ള ഓരോരുത്തരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു വാർത്ത കേൾക്കാനിടയാകട്ടെ. നല്ലൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളെയും, മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ, ദൈവവചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ഒരു ദൈവവചനം കേട്ട് ആ വചനത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. യേശു അമരത്ത് തലയിണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റു ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്തിന്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. യേശു ഒരു വലിയ പ്രതിസന്ധികളിൽ ശിഷ്യന്മാർ അകപ്പെട്ടപ്പോൾ അതിനെ സഹായിച്ച, ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സഹായിച്ചൊരു ഭാഗമാണിത്. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല പ്രശ്നങ്ങളെ നേരിടുന്നത്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല പ്രശ്നങ്ങളെ നേരിടുന്നത്. പല പ്രതിസന്ധികളിലും നമ്മൾ വാടി വിഷമിച്ച് തകർന്നു പോകാൻ കാരണം പല പ്രശ്നങ്ങളും നമ്മൾ ഒറ്റയ്ക്കാണ് നേരിട്ടത്. നമ്മുടെ കഴിവ് കൊണ്ടാണ് നേരിട്ടത്, ബുദ്ധി കൊണ്ടാണ്, ശക്തി കൊണ്ടാണ്, അനുഭവം കൊണ്ടാണ്, ഉപദേശത്തിൻ്റെ ബലം കൊണ്ടൊക്കെയാണ് നേരിട്ടത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു, യേശു ഉണ്ടായിരുന്നു. യേശുവിനെ അവർ വിളിച്ചുണർത്തി. യേശു അവർക്ക് വേണ്ടി ആ വള്ളത്തിൽ എഴുന്നേറ്റ് നിന്നു. ഇതിൽ നിന്ന് മനസ്സിലാകാനുള്ളൊരു കാര്യമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയിലും ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയെ, ഈ പ്രയാസത്തെ, ഈ രോഗത്തെ, ഈ കടബാധ്യതയെ, ഈ ഒറ്റപ്പെടലിനെ, ഈ നിരാശയെ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കായി പോകില്ല. ഈ മരുഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായി പോകില്ല. പലരും ജീവിതത്തിൽ വല്ലാതെ ഉണങ്ങിപ്പോകുന്നത് പെട്ടെന്ന് അവർക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നും. ആരുമില്ലാതായി പോയല്ലോ എന്ന് തോന്നും.
എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ എന്ന് തോന്നും. ഈ മരുഭൂമിയിൽ, ഈ പ്രതിസന്ധിയിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു രോഗ സമയത്ത്, രോഗ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. ഈ വചനങ്ങളൊക്കെ ഓരോ ദിവസവും കേൾക്കുമ്പോൾ നിങ്ങൾ കുറേ കൂടി ദൈവത്തോട് അടുക്കുകയാണ്. ദൈവം കൂടെയുള്ള അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളയാൻ ശക്തിയുള്ള കാറ്റും തിരമാലയും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ഈ പ്രതിസന്ധി ഒന്നും ഒരു പ്രതിസന്ധി അല്ല. ഈ വെല്ലുവിളി ഒന്നും ഒരു വെല്ലുവിളിയല്ല. കാരണം ഈ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പണ്ടേ ഈ പ്രതിസന്ധികളൊക്കെ എന്നെ തകർത്ത് ഒന്നും അല്ലാതാക്കിയേനെ, വെള്ളത്തിനടിയിലാക്കിയേനെ. പക്ഷേ ഈ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഇന്ന് പല പ്രാവശ്യവും ഈ വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഇത് പല പ്രാവശ്യവും പറയണം, ഈ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ പ്രതികൂലത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യമാണ്, ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ദൈവം അവരുടെ കൂടെ നിന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവരുടെ കൂടെ ഒപ്പം നിന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പം ആ പ്രതിസന്ധിയെ മറികടക്കാൻ, രക്ഷപ്പെടാൻ, ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം എൻ്റെ കൂടെ നിൽക്കും. ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു. ശിഷ്യന്മാർ ഭയം, ടെൻഷൻ എല്ലാം കൈവിട്ടുപോയി, നഷ്ടപ്പെട്ടു, തകർന്നു എന്നൊക്കെ പറയുമ്പോൾ യേശു എഴുന്നേറ്റ് ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവരുടെ ഒപ്പം നിന്നു, അവരുടെ കൂടെ നിന്നു, അവരുടെ കൂടെ നിന്നു. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ പ്രതിസന്ധികൾ എന്താണ്? നിങ്ങളുടെ പ്രയാസം എന്താണ്? ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്, ഒപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട്. ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ തകർന്നു പോവും. ആരും ഇല്ലാതായിപ്പോയൊരു ഏകാന്തത നമ്മുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനിക്കും. മനോദുഃഖം വർദ്ധിക്കും. ഒറ്റപ്പെട്ടതുപോലെ തോന്നും. ആരൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യമെന്ന് നമ്മൾ ചിന്തിക്കും. എന്തെല്ലാം ഉണ്ടായിട്ടും എന്ത് കാര്യം എന്ന് ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരാരാണ്? കടലും വെള്ളവും തിരമാലയും കാറ്റുമൊക്കെ ചെറുപ്പത്തിലെ കണ്ടും കേട്ടും നീന്തൽ അറിയാവുന്നവരും കടൽ പരിചയമുള്ളവരും ഈ പ്രതിസന്ധികളൊക്കെ ഇതിനു മുമ്പും കണ്ടും കേട്ടും ഒക്കെ നല്ല തഴക്കവും പഴക്കവും ഒക്കെ ഉള്ളവരാണ്. പിന്നെ എന്തിനാണ് അവർ നിലവിളിച്ചത്? പിന്നെ എന്തിനാണ് അവർ നശിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞത്? നമുക്ക് എന്തെല്ലാം കഴിവുകളും ബുദ്ധിയും ശക്തിയും സ്വാധീനവും അനുഭവപാഠവും ഒക്കെ ഉണ്ടല്ലോ. ചില പ്രതിസന്ധികളുടെ സമയത്ത് അതൊന്നും നമ്മളെ സഹായിച്ചു എന്ന് വരില്ല. ചിലതൊന്നും നമ്മളെ ആ സമയത്ത് സഹായിച്ചു എന്ന് വരില്ല. ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ നമ്മളെ സഹായിക്കും. ശിഷ്യന്മാർക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ സമയത്ത്, ആ വെല്ലുവിളിയുടെ സമയത്ത് അവർ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും കൈവിട്ടതിന് ശേഷം ഉള്ളൊരു വാക്കാണ്. അപ്പോൾ അവർ പരമാവധി ഉള്ള അറിവും അനുഭവവും ഒക്കെ വെച്ച് രക്ഷപ്പെടാൻ നോക്കിക്കാണും. പറ്റാതെ വന്നപ്പോഴായിരിക്കും ഞങ്ങൾ നശിക്കാൻ പോകുന്നത്, ഗൗനിക്കുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചത്. ചില സമയത്ത് അതൊന്നും നമ്മളെ സഹായിക്കില്ല. ചില സമയത്ത് പണം നമ്മളെ സഹായിക്കില്ല. ചില സമയത്ത് കൂട്ടുകാർ നമ്മളെ സഹായിക്കില്ല. ചില സമയത്ത് കുടുംബക്കാർ സഹായിക്കില്ല. ചില സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അനുഭവ സമ്പത്ത്,
നമ്മുടെ കഴിവ്, നമ്മുടെ നേട്ടം, നമ്മുടെ ആരോഗ്യം ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മളെ സഹായിച്ചു എന്ന് വരില്ല. ചില സമയത്ത് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നിസ്സഹായരായി പോവും, ഒന്നും ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ ഒരു സമയമൊക്കെ വന്നപ്പം ഇവിടെ നമ്മൾ കാണുവാണ്, അവർ നിസ്സഹായരായപ്പോൾ അവരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ ദൈവം, യേശു, ഇന്നും ജീവിക്കുന്ന ദൈവം അവരുടെ കൂടെ നിന്നു, ഒപ്പം നിന്നു. ഒറ്റയ്ക്കായി പോകാൻ ദൈവം സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിതെത്രമാത്രം ഹൃദയത്തിനകത്ത് ബോധ്യമായി, അല്ല ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ വചനം കേട്ടതാണല്ലോ എന്ന് ചിന്തിച്ച് അത് ആലോചിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒത്തിരി ആഴമായി ചിന്തിക്കാതിരിക്കുവാണോ? ഈ വചനം ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ മാത്രം വിശ്വസിക്കുക, ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒറ്റയ്ക്കായിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നങ്ങളെ നേരിടുന്നത്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രതികൂലത്തിൽ നിന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം എൻ്റെ കൂടെ നിൽക്കും. അത് ഈ വചനത്തിൽ കാണാൻ പറ്റും. അവർ രക്ഷപ്പെടാൻ ദൈവം അവരുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ, ആ രോഗത്തിൽ സൗഖ്യമാകാൻ, ആ ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ, ആ വിവാഹപ്രായമായി വിവാഹം നടന്നില്ല, കുഞ്ഞുങ്ങളായില്ല, പലതരം ഭാരങ്ങൾ, നിങ്ങളുടെ രക്ഷയ്ക്ക് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിഴല് പോലെ ദൈവം കൂടെയുണ്ട്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ജൂലൈ മാസം 3-ാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വലിയ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖ്രാന തിരുനാളിൽ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആ വചനത്തിൽ വിശ്വസിക്കുന്ന, ആ വചനത്തെ ഏറ്റെടുത്ത സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇവർക്ക് അനുഭവിക്കാൻ കഴിയണമേ. രോഗികൾ സൗഖ്യമാകുന്ന അനുഭവം ഇന്നുണ്ടാകണമേ. പ്രതിസന്ധികൾ മാറുന്ന അനുഭവങ്ങൾ ഇന്നുണ്ടാകണമേ. ദൈവം ഇടപെടുന്ന വലിയ അനുഭവങ്ങൾ ഇന്നുണ്ടാകണമേ. ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന വലിയ അനുഭവങ്ങൾ ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ പ്രതിസന്ധിയിൽ, ആ വഴക്കിനകത്ത്, ആ വഴക്ക് ഭിന്നിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ. രോഗങ്ങൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ശക്തമായി ഇന്ന് വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ കടബാധ്യത മാറാൻ, ആ സ്ഥലം വിൽക്കാൻ, ആ ജോലി ലഭിക്കാൻ, ആ PR ലഭിക്കാൻ, ആ രാജ്യത്ത് സ്ഥിരതയോടെ ജീവിക്കാൻ എല്ലാ വഴികളും ദൈവം തുറന്നു തരുന്ന അനുഭവം ഉണ്ടാകട്ടെ. കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കുന്നത് അനുഭവിക്കാൻ ഇടയാകട്ടെ. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ഓരോ അനുഗ്രഹത്തിൻ്റെ വാതിലുകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, അപകടങ്ങൾ, ചതികൾ, വഞ്ചനയിൽ, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഒരാപത്തോ അപകടമോ ദുർമരണങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ. എല്ലാവിധത്തിലും ദൈവീകമായി ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്നവരെയും ഇത് സ്വീകരിച്ചവരെയും ഇത് അയച്ചു കൊടുത്തവരെയും ഷെയർ ചെയ്തവരെയും അനുഗ്രഹിക്കണമേ. ഈ സുവിശേഷ വേലയിൽ പങ്കാളികളെ സകലരെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെയും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.